മണിക്കൂറിലാദ്യം നമ്മളൊരു കാഴ്ചയിലേക്ക് പോവുകയാണ്. കോഴിക്കോടാണ്. കൊടിയത്തൂരിൽ വാഹനാപകടത്തിൽ നിന്നും ഒരു കുഞ്ഞ് അത്ഭുതകരമായി രക്ഷപ്പെട്ടിരിക്കുകയാണ്. റോഡ് മുറിച്ചു കടക്കാൻ ശ്രമിച്ച പെൺകുഞ്ഞിനാണ് അത്ഭുത രക്ഷപ്പെടൽ. ആ ദൃശ്യങ്ങളിലേക്ക്. സാധാരണ ഡ്രൈവർമാരുടെ അശ്രദ്ധയും വേഗത കൂടുതലും അമിത വേഗതയുമൊക്കെയാണ് വാർത്തകൾ നിറയാറുള്ളതെങ്കിലും ഇതിപ്പോൾ ഒരു ഡ്രൈവറുടെ അസാധ്യമായ മനസാന്നിധ്യവും സംയോജിതമായ ഇടപെടൽ കാരണം ഒരു കുഞ്ഞു ജീവൻ രക്ഷപ്പെട്ടിരിക്കുന്നു. അതിന്റെ അത്ഭുതകരമായ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ സംഭവം നടക്കുന്നത് കഴിഞ്ഞ ദിവസമാണ്. കഴിഞ്ഞ ദിവസം കൊടിയത്തൂർ മാക്കൽ എന്ന സ്ഥലത്താണ്. അവിടെ ഒരു കുഞ്ഞ് രക്ഷിതാവിനൊപ്പം ഓട്ടോയിൽ വന്ന് ഇറങ്ങിയതാണെന്ന് ആ ദൃശ്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുന്നത്. അപ്പോൾ രക്ഷിതാവ് ആ ഓട്ടോക്കാരന് പണമറ്റാൻ കൊടുക്കുന്നതിനിടയിൽ ഈ കുട്ടി പെടുന്നനെ റോഡ് മുറിച്ച് കടക്കാൻ ശ്രമിക്കുകയാണ്. ആ റോഡിന്റെ എതിർവശം ഈ കുട്ടിയുടെ വീടാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ പിൻവശത്തു നിന്നും ഒരു ബസ് വരികയാണ്. ഈ ബസ് വരുന്നത് കാണുന്നേയില്ല. പക്ഷേ ഡ്രൈവറുടെ ശ്രദ്ധയിൽ ഈ കുഞ്ഞ് വരുന്നത് പെടുകയായിരുന്നു. പെടുന്നനെ അദ്ദേഹം വലിയ മനസാന്നിധ്യം കാണിച്ചു, സമയോചിതമായ ഇടപെടൽ കാണിച്ചു. ഉടൻ വലതുഭാഗത്തേക്ക് ബസ് വെട്ടിക്കുകയായിരുന്നു. നേരിയ വ്യത്യാസത്തിലാണ് ഈ കുഞ്ഞ് രക്ഷപ്പെട്ടത്. കാരണം സെക്കൻഡുകൾ വ്യത്യാസം, അല്ലെങ്കിൽ ഡ്രൈവറുടെ ഒരുപക്ഷെ അയാളുടെ ദൈവത്തിന്റെ കൈകളാണ് ആ ഡ്രൈവറുടെ കയ്യിൽ പ്രവർത്തിച്ചത്, ആ വാഹനത്തിൽ പ്രവർത്തിച്ചതെന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. കുഞ്ഞ് അത്ഭുതകരമായി രക്ഷപ്പെട്ടിരിക്കുന്നു. കൊടിയത്തൂർ മാക്കൽ എന്ന സ്ഥലത്താണ് ചെറുവാടി കോഴിക്കോട് റൂട്ടിലോടുന്ന ബസിന്റെ ഡ്രൈവറാണ് ഈ സംയോജിതമായ ഇടപെടൽ നടത്തിയത്. ചെറുവാടി ഭാഗത്തു നിന്നും വരികയായിരുന്നു ഈ ബസ്. അതിനുശേഷമുള്ള ദൃശ്യങ്ങൾ നമുക്ക് വ്യക്തമല്ല. എന്തായാലും ഓട്ടോയിൽ വന്നിറങ്ങിയതാണ് കുഞ്ഞ്. രക്ഷിതാവ് ഓട്ടോറിക്ഷ ഡ്രൈവർക്ക് പണമറ്റാൻ കൊടുക്കാൻ ഇറങ്ങുന്നതിനെയാണ് കുട്ടി പെട്ടെന്ന് റോഡ് മുറിച്ച്, ബസ് വരുന്നത് കാണാതെ റോഡ് മുറിച്ച് കടക്കുന്നു. 4-5 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയാണെന്നാണ് ദൃശ്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഡ്രൈവറുടെ അസാധ്യമായ മനക്കരുത്തിന്റെ ഒരു ബലം കൊണ്ടാണ് ഈ കുഞ്ഞ് രക്ഷപ്പെട്ടതെന്ന് പറയാം. കഴിഞ്ഞ ദിവസം 30-ാം തീയതിയാണ് ഈ സംഭവം ഉണ്ടായത്. അതിന്റെ ദൃശ്യങ്ങൾ ഇപ്പോഴാണ് പുറത്തു വരുന്നത്. അനൂപ്.